രണ്ടാമത് പറയുന്നു, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ജീവിതത്തിൽ ബുദ്ധിമുട്ട് വന്നിട്ടില്ലേ? പക്ഷേ ബുദ്ധിമുട്ടിനേക്കാളും കൂടുതൽ നമ്മൾ നിരാശപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. എന്തിനാ എങ്കിലും എഴുതിയേക്കണേ? ബുദ്ധിമുട്ടുണ്ടെന്നേ. ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിരാശപ്പെട്ട് പോകരുത്. നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ ഈ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. സ്തോത്രം. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ നാം ഉപദ്രവം അനുഭവിക്കുമ്പോൾ മനസ്സിലാക്കിക്കോണം, നിന്നോട് അടുത്തു വരുന്ന, ഏറ്റവും അടുത്തു വരുന്ന സാന്നിധ്യം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഹല്ലേലൂയ. കാരണം എന്താണ്? സ്തോത്രം. ഉപേക്ഷിക്കാതെ, സ്തോത്രം, ചോർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. അപ്പൊ എങ്കിലും 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 എന്നെല്ലാം അവിടെ എഴുതി വെക്കാനുള്ള കാരണം 7ാമത്തെ വാക്യമാണ്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല എന്ന് വരുമാറ് ദൈവത്തിൻ്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഈ മൺകൂടാരത്തിൻ്റെ അകത്താണ് അത് നിക്ഷേപിച്ചിരിക്കുന്നത്. സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എന്നിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അതെന്താന്ന് പറഞ്ഞേ? അത്യന്ത ശക്തി. സ്തോത്രം. പരിശുദ്ധാത്മാവ് എന്താണെന്ന് പറഞ്ഞ്? അത്യന്ത ശക്തി. എന്നെ നിങ്ങളെയും ശക്തിപ്പെടുത്തുന്നവൻ പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഞാനല്ല, എന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം.